ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ചിക്കൻ വെച്ചിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ. എണ്ണ ഒന്നുമില്ലാത്ത നല്ലൊരു അടിപൊളി സ്നാക്കാണ്. നമ്മളിപ്പോഴത്തെ ബേക്കറിയിൽ കാണാറുണ്ട്. അത് ഈസിയായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ബൗളിലേക്ക് ഒരു 1/4 കപ്പ് ഇളം ചൂടുപാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണേ. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വേണേ കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡബിൾ സൈസ് ആവുന്നത് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. ഇനി ഒരു ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. പാനിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാളാണ് ഇട്ട് കൊടുത്തത്. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചൊരു പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 250 ഗ്രാം ചിക്കൻ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തതാണ്. അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, കുറച്ചൊരു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ചൊരു മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് പരത്തിയെടുക്കാം. കുറച്ചൊരു വലുപ്പത്തിൽ വേണം പരത്തിയെടുക്കാം. ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടെ. ഇനിയിപ്പോൾ ഇത് 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടോ. ഇന്ന് അടുക്ക ആവശ്യത്തിനുള്ള ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല, വെറുതെ മസാല വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 2 അറ്റെങ്കിലും മടക്കിയെടുക്കാം. എന്നിട്ടൊന്ന് റോൾ ചെയ്തെടുക്കട്ടോ. കുറച്ച് ഞാൻ മൊസറല്ല ചീസും കൂടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് കുറച്ചൊരു മുട്ട തേച്ച് കൊടുക്കാം. കുറച്ചൊരു കറുത്തുള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കട്ടെ. ഞാനിപ്പോൾ കുറച്ചൊരു പാനിൽ വെച്ചിട്ടും ചെയ്യുന്നുണ്ട്, കുറച്ചൊരു എയർ ഫ്രൈയിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. പാനിലാണെങ്കിൽ അടിയിലൊരു റിങ് വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ. എയർ ഫ്രൈയിലാണെങ്കിൽ 120 ഡിഗ്രിയിൽ 20 മിനിറ്റ് വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഇതാ 20 മിനിറ്റ് ആയിട്ടുണ്ട്. രണ്ടും ഒരുപോലെ തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഈ ചൂടോട് കൂടെ കുറച്ചൊരു ബട്ടർ മേലെ തേച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.